സംസ്ഥാനത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തലസ്ഥാനത്ത് LDFന്റെ സത്യഗ്രഹ സമരം. കേരളത്തോട് BJPക്കും കേന്ദ്ര സർക്കാരിനും പകപോക്കൽ സമീപനമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അതേസമയം സമരത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഭരണപരാജയം മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമരമെന്ന് BJP ആരോപിച്ചു. സംസ്ഥാനത്തിന് ഫണ്ട് വെട്ടിക്കുറച്ചതിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായിരുന്നു LDF സമരം. മന്ത്രിമാരും ഇടതെംഎൽഎമാരും നേതാക്കളും പങ്കെടുത്ത സമരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റേത് കേരള വിരുദ്ധ സമീപനമെന്നും അതിൽ UDF പങ്കാളികളാകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിന്റെ എല്ലാം കൂടെയാണ് നിൽക്കുന്നത്. സമരത്തിൽ ജോസ് കെ മാണിയും MV ശ്രേയംസ്കുമാറും എത്താതിരുന്നത് ശ്രദ്ധേയമായി. അതിനിടെ സമരത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം തമാശയെന്ന് VD സതീശനും 10 കൊല്ലം വേണ്ടിവന്നു സമരം നടത്താനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. ഈ നേരിട്ടുള്ള സമര നാടകത്തിന് 10 കൊല്ലം വേണ്ടി വന്നു എന്നുള്ളതേ പ്രശ്നം. കാരണം സർക്കാർ ഏതായാലും ഒഴിയാൻ പോവുകയാണ്. ഈ ഒഴിയാൻ പോകുന്ന സമയത്താണ് ഈ ഭൂതോദയം ഉണ്ടായത് ഇങ്ങനെ സമരം ചെയ്യാൻ. സമരം ഭരണപരാജയം മറയ്ക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് BJP. കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ സംവാദത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചു. ഞാൻ ഇന്നൊരു ഡയറക്റ്റ് ചാലഞ്ച്, ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിയോട്. നിങ്ങളൊരു ഡിബേറ്റ് ചെയ്യൂ. എല്ലാ ഫാക്ട് നിങ്ങളുടെ അടുത്തുള്ള കയ്യിലുള്ള എല്ലാ ഫാക്റ്റും കൊണ്ടുവന്ന് എൻ്റെ ഒപ്പം ഒരു ഡിബേറ്റ് ചെയ്യൂ. ഞാൻ ഒരു ചാലഞ്ച് ആയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.